ഹായ് ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നുണ്ടാകാം എന്താണ് ഡെയിലി ബയാസ് എന്നുള്ളതിനെ കുറിച്ചാണ്. ഡെയിലി ബയാസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യലാണെന്നുണ്ടെങ്കിൽ സ്മോൾ ടൈം ഫ്രെയിം നമുക്ക് വളരെ ഈസി ആയിട്ട് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. എന്താണ് ഡെയിലി ബയാസ്? വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മൺഡേ ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസത്തെ ഡെയിലി ക്യാൻഡിൽ എങ്ങനെ മൊമെന്റം ചെയ്തേക്കാന്നുള്ള ഒരു എക്സ്പെക്ടേഷനെയാണ് നമ്മൾ ഡെയിലി ബയാസ് പറയുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാൻഡിൽസ് ഓപ്പൺ ആയതിനു ശേഷം, ഡെയിലി ക്യാൻഡിൽ ഓപ്പൺ ആയതിനു ശേഷം ബുള്ളിഷ് ആണോ അല്ലെങ്കിൽ ബെയറിഷ് ആണോ പോകുന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ബയാസ് എന്ന് പറയുന്നുണ്ടാകുക. ഇതിന് ഓപ്പണിംഗ് ബേസ് ചെയ്തിട്ടും അതേപോലെ PDRS ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ടെല്ലാം നമുക്ക് എക്സ്പെക്ടേഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് ആ ഒരു ബയാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ക്യാൻഡിൽസിനെ കുറിച്ചിട്ടുള്ള നോളജ് നമുക്ക് എന്തായാലും വേണ്ടതായിട്ടുണ്ട്. അതേപോലെ PDRS കുറിച്ചിട്ടും ലിക്വിഡിറ്റി പോയിന്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ചാർട്ടിലേക്ക് പോയിട്ട് എങ്ങനെയാണ് ആ ഒരു PDRS അല്ലെങ്കിൽ ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ട് ക്യാൻഡിൽസ് മൊമെന്റം ചെയ്യുക, അതേപോലെ ബയാസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ആ ഒരു ബയാസ് ബേസ് ചെയ്തിട്ട് നമുക്ക് സെഷൻ ബേസ് ചെയ്തിട്ട് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങൾ എങ്ങനെ എടുക്കാന്നുള്ള എക്സാംസും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോസിലേക്ക് പോവാം. അപ്പൊ നമുക്ക് PDRSൽ ഏതൊക്കെ മേജർ ആയിട്ടുള്ള പോയിന്റുകൾ നിന്നാണ് നമുക്ക് റിവേഴ്സൽസ് വരിക എന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടാവുക. അപ്പോൾ PDRS ലിക്വിഡിറ്റി പോയിന്റുകൾ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഈ PDRS ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡെയിലി ബയാസ് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കുന്നുണ്ടാകാം. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാൻഡിൽസ് ആണ്. ക്യാൻഡിൽസ് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ സീരീസും കാര്യങ്ങളെല്ലാം ക്യാൻഡിൽസിനെ കുറിച്ച് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയാൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. പുതിയ സീരീസും കാര്യങ്ങളും ഇപ്പൊ റണ്ണിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ 4 പോയിന്റുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 4 പോയിന്റുകൾ നിങ്ങൾ നോക്കുക. PDRA ടു ലിക്വിഡിറ്റി. എന്താണ് PDRA കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വളരെ സിമ്പിൾ ആണ്. പല ആൾക്കാരും PDRA പറയുന്ന സമയത്ത് ICT അല്ലാത്തവർക്കെല്ലാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്നുണ്ടാവും. PDRA എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, റിജക്ഷൻ ബ്ലോക്ക്, മിറ്റിഗേഷൻ ബ്ലോക്ക്, ഇതിനൊക്കെ ആയിരിക്കും PDRA എന്ന് പറയുന്നുണ്ടാകാം. അപ്പൊ എന്താണ് PDRA എന്ന് മനസ്സിലായിട്ടുണ്ട്. എന്താണ് ലിക്വിഡിറ്റി? ലിക്വിഡിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഈ ഒരു സ്വിംഗ് ഹൈസിന്റെ മുകളിലുള്ളതിനെ ബൈ സൈഡ് ലിക്വിഡിറ്റി എന്നും സ്വിംഗ് ലോന് താഴെ സെൽ സൈഡ് ലിക്വിഡിറ്റി എന്ന് മനസ്സിലാക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ഈക്വൽ ഹൈസ്, ഡബിൾ ടോപ്പ്, ഡബിൾ ബോട്ടം, അതായത് ഈ ഒരു ഡബിൾ ടോപ്പ്, ഓക്കെ, ഡബിൾ ബോട്ടം, ഇതിനെല്ലാം നമ്മൾ എന്തായാലും പറയുന്നുണ്ടാകുക ലിക്വിഡിറ്റി ആയിട്ടായിരിക്കും പറയുന്നുണ്ടാകുക. ഈ ഒരു ഈക്വൽ ലോസിന് താഴെ ലിക്വിഡിറ്റി ഉണ്ടാകും. പ്രൈസ് വീണ്ടും ഇങ്ങോട്ടേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നായിരിക്കും നമ്മൾ പറയുന്നുണ്ടാകുക. ഈക്വൽ ഹൈസിന് മുകളിൽ എന്താ ഉണ്ടാകുക? പൈസയുടെ ലിക്വിഡിറ്റി ആണ്. വീണ്ടും പ്രൈസ് ഇങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും നമ്മൾ പറയുന്നുണ്ടാകുക. ക്ലിയർ? അപ്പോ ഇതിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നുണ്ടാകുക. ഈക്വൽ ഹൈസ്, ഈക്വൽ ലോസ്, മൾട്ടിപ്പിൾ സ്വിംഗ് ഹൈസ്, മൾട്ടിപ്പിൾ സ്വിംഗ് ലോസ്. അപ്പോ എന്താണ് ലിക്വിഡിറ്റി, എന്താണ് PDRA, നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ആയിട്ടുണ്ട് അല്ലെ? എന്നിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പൊ എന്താണ് PDRA ടു ലിക്വിഡിറ്റി? നമ്മൾ എന്താണ് മനസ്സിലാക്കാൻ പോണേ? വളരെ സിമ്പിൾ ആണ്. ഒരു ദിവസത്തെ ക്യാൻഡിൽസിന്റെ മൊമെന്റം എങ്ങനെയായിരിക്കും എന്നായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടാവുക. ഇന്നത്തെ ദിവസം നമുക്ക് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ചത്തെ ക്യാൻഡിൽ ഓപ്പൺ ആയതിനു ശേഷം എങ്ങോട്ടേക്ക് പ്രൈസ് മൊമെന്റം വന്നേക്കാം നമ്മൾ എന്നൊരു എക്സ്പെക്ടേഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കലാണ്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ ബയാസ് എന്ന് പറയുന്നത്. ഇതിനെ കൊണ്ട് ഉപകാരം എന്താണ്? ഇത് പഠിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം വേണ്ട. എന്താണ് ഉപകാരം ഉള്ളത്? സിമ്പിൾ ആണ്. നമുക്ക് ഈ ഒരു ഹയർ ടൈം ഫ്രെയിമിലുള്ള ബയാസ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല്, ആ ടൈം ഫ്രെയിമിലുള്ള ബയാസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും പ്ലസ് പോയിന്റ് ഉണ്ടാകുക. സ്മോൾ ടൈം ഫ്രെയിമിൽ അതിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ചില സമയങ്ങളിൽ നമുക്കൊരു റിട്രേസ്മെന്റ് വന്നാൽ പോലും നമ്മൾ ആ ഒരു ബയാസ് ബേസ് ചെയ്തിട്ടാണ് ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഡെയിലി ഒരു ബുള്ളിഷ് ആണ്, നമ്മൾ ലോ ടൈം ഫ്രെയിമിൽ 5 മിനിറ്റ്സ് പോയിട്ട് ഒരു ട്രേഡ് എടുത്തുള്ളത് ബുള്ളിഷ് തന്നെയാണ്. ചില സമയങ്ങളിൽ ചെറിയൊരു റിട്രേസ്മെന്റ് വന്ന് കഴിഞ്ഞാൽ പോലും നമ്മൾ SL അടിക്കാതെ കയറി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടാവുക? ഈ ഒരു ബയാസ് ബേസ് ചെയ്തുകൊണ്ടാണ്. അതേപോലെ തന്നെ നമ്മൾ ഒരു ബയാസ് റിലേറ്റഡ് ആയിട്ട് മാർക്കറ്റിൽ ഇരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ബയാസ് റോങ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ എക്സാമ്പിൾ ആയിട്ട് ഒരു ബൈ ട്രേഡ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ബൈ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നു. സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ഡെയിലി നമുക്കൊരു എക്സ്പാൻഷൻ ബൈ സൈഡിലേക്കാണ് പോകാൻ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. നമ്മൾ സ്മോൾ ടൈം ഫ്രെയിമിൽ 5 മിനിറ്റ്സ് പോയിട്ട് ഒരു ബൈ ട്രേഡിൽ എൻ്റർ ചെയ്തു. പക്ഷെ അവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? അവിടെ പോയിട്ട് SL അടിച്ചു. പക്ഷെ അന്നത്തെ ദിവസം ശരിക്കും ഡെയിലി കാര്യം ബെയറിഷ് ആണ് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് SL അടിച്ചു. അപ്പൊ എന്താ ചെയ്യാം? മാർക്കറ്റ് മാറി നിൽക്കുക. ഇനി സിനോവാരിയോസ് ഉണ്ടോ നോക്കുക. നമുക്ക് കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഞാൻ ലോ ടൈം ഫ്രെയിം പോയിട്ട് കുറച്ച് എക്സാംസും കാര്യങ്ങളും ലാസ്റ്റ് കാണിച്ചിരുന്നാണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി നോക്കാം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് PDRA ലിക്വിഡിറ്റി മനസ്സിലായിട്ടുണ്ട്. ഹൈ ടൈം ഫ്രെയിമിൽ ഫെയർ വാല്യൂ ഓർഡർ ബ്ലോക്ക് ആണ് PDRA. ലിക്വിഡിറ്റി വെച്ചാൽ ബൈ സൈഡ് സെൽ സൈഡ് ലിക്വിഡിറ്റീസ് ആണ് നമ്മൾ പറയുന്നുണ്ടാകുക. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ എന്താണ് PDRA? അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് ഡെയിലിയിൽ. അതേപോലെ തന്നെ പ്രൈസ് അപ്സൈഡിലേക്ക് പോകാൻ നോക്കുക.
ഒരു ഹയർ ഹൈയും ലോവർ ഹൈയും ക്രിയേറ്റ് ചെയ്തിട്ടാണ് പ്രൈസ് അപ്സൈഡിലേക്ക് പോകുന്നത് അല്ലെ. അപ്സൈഡിലേക്ക് ഒരു ഇമ്പൾസീവ് ആയിട്ട് ഒരു മൂവ്മെന്റ്, ചെറിയൊരു റിട്രേസ്മെന്റ് വീണ്ടും ഹയർ ലെവലിലേക്ക് പോകുന്നു, ചെറിയൊരു റിട്രേസ്മെന്റ് വീണ്ടും ഹയർ ലെവലിലേക്ക് പോകുന്നു. അപ്പൊ പ്രൈസ് ഇങ്ങനെയാണ് മുകളിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, എങ്ങനെയാണ് നമുക്ക് ആ ഒരു ബയാസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാകാം. ഓക്കെ, ഈ ഒരു ഏരിയ തന്നെ എടുക്കാം. ഈ ഒരു ഏരിയയിൽ പ്രൈസ് റിട്രേസ്മെന്റ് വന്നിട്ടുണ്ട്, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ PDR എന്ന് പറഞ്ഞൊരു കേസ് അവിടെ വന്നിട്ടുണ്ട് അല്ലെ. PDR എന്താണ്? ഇതൊരു PDR ആണ്, പ്ലസ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ് ഡെയിലി ടൈം ഫ്രെയിമിലുള്ളത്. ഇവിടെയും നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് അല്ലെ. ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഞാൻ അത് ഡ്രോ ചെയ്തിട്ടില്ല, കാരണം വെച്ചാൽ അങ്ങോട്ടേക്ക് മിറ്റിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. പ്രൈസ് വളരെ അഗ്രസീവ് ആയിട്ടാണ് പ്രൈസ് അപ്സൈഡിലേക്ക് പോകുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെയും നമുക്കൊരു ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഇതിനെ PDR എന്ന് പറയും, ഇതിനെ PDR പറയും. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് പ്രൈസ് റിജക്ഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു പ്രീമിയം ഏരിയയിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്നിട്ടാണ് പ്രൈസ് ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം റിജക്ഷൻ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ഏരിയയിൽ ചിലപ്പോൾ ബയാസ്ഡ് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതായത് ഡിസ്കൗണ്ട് ഏരിയ വരെ ട്രേഡ് വന്നേക്കാം, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരെ വന്നേക്കാം എന്നുള്ള ഡൗട്ടും കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ ബെയറിഷ് ആയിട്ട് തന്നെയായിരിക്കും നോക്കുന്നുണ്ടാകാം. പക്ഷെ സംടൈംസ് നമ്മുടെ ആ SL അടിച്ചുകൊണ്ട് പ്രൈസ് ഒരു ഡയറക്ഷൻ നമുക്ക് കാണിച്ചു തന്നെ, അതൊരു PDR ടാപ്പ് ചെയ്തിട്ട് പ്രൈസ് ഒരു മൊമെന്റം കാണിച്ചു തന്നെ, ഇതേപോലെ റിവേഴ്സൽ പോയിന്റ് കാണിച്ചു തന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നെക്സ്റ്റ് എന്തായിരിക്കും മനസ്സിലാക്കാൻ പറ്റുക? ഒരു PDR നെക്സ്റ്റ് ലിക്വിഡിറ്റി വരെ ഒരു മൊമെന്റം വരാൻ ചാൻസ് ഉണ്ട്. ഒരു PDR നെക്സ്റ്റ് ലിക്വിഡിറ്റി ഏതാണ്? ലിക്വിഡിറ്റി ഓവറോൾ ആയിട്ടുള്ള ഈ ഒരു സ്വിംഗ് ഹൈസ് ആയിരിക്കും ലിക്വിഡിറ്റി ആയിട്ട് ഇവിടെ റിയാക്ടിങ് ചെയ്യുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള റീസൺ? പ്രൈസ് ഓവറോൾ ആയിട്ടുള്ള ട്രെൻഡ് എന്താണ്? ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് ആണ് അല്ലെ. ഇപ്പൊ ഒരു റിട്രേസ്മെന്റിന് ശേഷം വീണ്ടും പ്രൈസ് ഹയർ ലെവലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ലെഫ്റ്റ് സൈഡ് ക്രിയേറ്റ് ആയിട്ടുള്ള, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ക്രിയേറ്റ് ആയിട്ടുള്ള സ്വിംഗ് ഹൈ ടൈക്കൻ ഔട്ട് ചെയ്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സെയിം തന്നെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതായത് റിട്രേസ്മെന്റ് വന്നിട്ടുള്ള ആ ഒരു സ്വിംഗ് ഹൈസിന് മുകളിലോട്ടേക്ക് പ്രൈസ് റണ്ണ് കിട്ടുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെയുള്ള ഒരു മൊമെന്റം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ചെയ്യാൻ വേണ്ടി പറ്റുക? മൺഡേ ആണ് നമുക്ക് ഈ ഒരു ക്യാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ചൊവ്വാഴ്ച നമുക്ക് നെക്സ്റ്റ് ബുള്ളിഷ് ആയിട്ട് ഒരു ക്യാൻസിക്സ് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ബുള്ളിഷ് ആയിട്ട് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഏത് വരെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ വേണ്ടി പറ്റും? PDR ടു ലിക്വിഡിറ്റി വരെ. ഏതാണ് ലിക്വിഡിറ്റി? ഈ ഒരു സ്വിംഗ് ഹൈസ് ആണ്. ഈ ഒരു സ്വിംഗ് ഹൈസിന്റെ പേര് എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ബൈ സൈഡ് ലിക്വിഡിറ്റി എന്നായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. സ്വിംഗ് ഹൈസും സ്വിംഗ് ലോസും ഒരു ബൈ സൈഡ് ആൻഡ് സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിട്ടായിരിക്കും റിയാക്ട് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ മനസ്സിലാക്കി വെക്കാം. അപ്പൊ PDR ടു ലിക്വിഡിറ്റി ഒരു മൊമെന്റം വരുന്നുണ്ടാവും. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈ ഒരു ലിക്വിഡിറ്റി വരെ നമുക്ക് മൊമെന്റം എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ആ ഒരു കാര്യം കൂടി നോക്കാം. പ്രൈസ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഒരു ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് പ്രൈസ് റിട്രേസ്മെന്റ് വരുന്നുണ്ടെങ്കിൽ ഏത് ഏരിയ വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഇവിടെ ശ്രദ്ധിച്ചു നോക്കാം. ലിക്വിഡിറ്റി ടു PDR വരെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്, ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് അല്ലെ, ക്ലിയർ അല്ലേ? ഇപ്പൊ റിട്രേസ്മെന്റ് വരുത്താണെങ്കിൽ ഏത് PDR വരെ ആയിരിക്കും വരുന്നുണ്ടാവും? ഒരു PDR വരെ ആയിരിക്കും വരുന്നുണ്ടാവും. അപ്പൊ ഇവിടെ കാണാൻ വേണ്ടി പറ്റും, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് അല്ലെ, ഡെയിലിയിലുള്ള ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഡൗൺ ക്ലോസ് ക്യാൻസൽ നോക്കുക, ഈ ഒരു ഓർഡർ ഫ്ലോ നോക്കുക. ഓക്കെ, ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രണ്ട് ഏരിയയിലേക്കുള്ള ഒരു റിട്രേസ്മെന്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അല്ലെ. അതായത് ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം പ്രൈസ് എങ്ങനെയാണ് മൊമെന്റം വന്നിട്ടുള്ളത്? PDRSലേക്കാണ് മൊമെന്റം വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം പ്രൈസ് ബിഹേവിയർ ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരിക്കലും ഒരു സ്ട്രാറ്റജിയോ അങ്ങനത്തെ കാര്യങ്ങൾ, നമ്മൾ ഈ ഒരു പ്രൈസിന്റെ ബിഹേവിയറും എങ്ങനെ മൊമെന്റം വന്നേക്കാന്നുള്ള ഒരു എക്സ്പെക്ടേഷനുമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രൈസ് നമുക്ക് ഫസ്റ്റ് മനസ്സിലായി എങ്ങനെയായിരിക്കും മൊമെന്റം ചെയ്യുന്നുണ്ടാവും? ഒരു PDR ടു ലിക്വിഡിറ്റി മൊമെന്റം ചെയ്യുന്നുണ്ടാവും. നെക്സ്റ്റ് എങ്ങനെയാണ് മൊമെന്റം ചെയ്യുന്നുണ്ടാവും? ഒരു ലിക്വിഡിറ്റി എടുത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് PDR വരെ മൊമെന്റം ചെയ്യുന്നുണ്ടാവും. ലിക്വിഡിറ്റി ടു PDR. അപ്പൊ ഇങ്ങനെയുള്ള റിയാക്ഷൻസ് എല്ലാം നമുക്കൊരു ചെറിയൊരു റിവേഴ്സൽ ക്യാൻഡിൽ കിട്ടിയാൽ തന്നെ നമുക്ക് ബെയറിഷ് ആയിട്ട് ഒരു ഡിസ്കൗണ്ട് ഏരിയയിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓർഡർ ബ്ലോക്ക് വരെ നമുക്ക് എയിം ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ബയാസ് എന്തായാലും നമുക്ക് വെക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക? വളരെ സിമ്പിൾ ആണ്. ഇന്നത്തെ ബയാസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു എക്സ്പാൻഷൻ ആയിട്ട് ഒരു ബുള്ളിഷ് ക്യാൻസിക്സ് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ചിലപ്പോൾ ചെറിയൊരു ക്യാൻസിക്സ് ആയിട്ടായിരിക്കും ഹോൾഡ് ചെയ്യുന്നുണ്ടാകുക. ചിലപ്പോൾ നല്ല രീതിയിൽ എക്സ്പാൻഷൻ തന്നിട്ട് വീണ്ടും ഈ ഒരു എന്താണ് എടുക്കുന്നുണ്ടാകുക, എന്തായിരിക്കും നെക്സ്റ്റ് എടുക്കുന്നത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക? ഈ ലെഫ്റ്റ് സൈഡിലുള്ള സ്വിംഗ് ഹൈസ്, അതായത് ഓൾറെഡി ഈ ഒരു സ്വിംഗ് ഹൈ ടേക്കൻ ഔട്ട് ചെയ്തിട്ടുണ്ട്. പ്രൈസ് റിട്രേസ്മെന്റ് വന്നിട്ട് വീണ്ടും അപ്പ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇതൊരു സ്വിംഗ് ഹൈ ആയിട്ടായിരിക്കും റിയാക്ട് ചെയ്യുന്നുണ്ടാകുക. ഈ ഒരു സ്വിംഗ് ഹൈ എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ബയാസ് മനസ്സിലാക്കുന്നുണ്ടാകുക PDRSും ലിക്വിഡിറ്റിയും ബേസ് ചെയ്തിട്ട്. ഇവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേറൊരു കാര്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാൻഡിൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ക്യാൻഡിൽസ് എന്താണ് നമ്മളോട് പറഞ്ഞിരുന്നത്? ഈ ഒരു ക്യാൻഡിൽ എന്താണ്? നമുക്കൊരു ഡോജി ക്യാൻഡിലാണ്. അതിനുശേഷം ഒരു ഡോജി ക്യാൻഡിന് ശേഷം എങ്ങനെയായിരിക്കും നമുക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക? ഏതാണോ ഡോമിനേഷൻ മാർക്കറ്റിൽ തരുന്ന ക്യാൻഡിൽസ് ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് പോകുന്നതാണ് ഒരു എക്സ്പെക്ടേഷൻ വെക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. അതായത് ഒരു ഡോജി ക്യാൻഡിന് ശേഷം ഇമ്പൾസീവ് ആയി പ്രൈസ് അപ്സൈഡിൽ ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് പ്രൈസ് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അവിടെ ആരാണ് ഡോമിനേഷൻ ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നുണ്ടാവുക. ഒരു PDRൽ വന്നു,
ഒരു ഇൻഡിഷ്യൻ ക്യാൻഡിലായിട്ട് ഡോജി കണ്ടു. ഇനി നെക്സ്റ്റ് ഞാനൊരു ബുള്ളിഷ് ആയിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ ബുള്ളിഷ് ആയ രീതിയിൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ടാവും. നമുക്കിനി ബുധനാഴ്ച നോക്കുന്ന സമയത്ത് ഒരു ഹൈ ലെവലിലാണ് പ്രൈസ് ക്ലോസ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ, ചൊവ്വാഴ്ച നമുക്ക് ഇന്നൊരു ബുള്ളിഷ് ലെവലാണ് ക്ലോസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നാളെ ബുധനാഴ്ച നോക്കുന്നുണ്ട് ഒരു ബുള്ളിഷ് ആയിട്ടൊരു എക്സ്പെക്ടേഷൻ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ബയാസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുള്ള പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ലോ ടൈം ഫ്രെയിമിൽ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് ഒരു ബയാസ് ബേസ് ചെയ്തിട്ട് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും സെഷൻ ടൈമുകളിൽ. ലണ്ടന്റെ സെഷനിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ലോയും ഡേ ഹൈയിലും കൂടുതലും ക്രിയേറ്റ് ആണെന്ന് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ ലണ്ടന്റെ 2 to 5 ആ ഒരു ലണ്ടൻ കിൽസോണിന്റെ സമയത്തായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് PDRA ടു ലിക്വിഡിറ്റി മനസ്സിലായിട്ടുണ്ട്, PDRA ടു ലിക്വിഡിറ്റി മനസ്സിലായിട്ടുണ്ട്, ലിക്വിഡിറ്റി ടു PDRA മനസ്സിലായിട്ടുണ്ട്. എന്താണ് ഈ ഒരു PDRA ടു PDRA കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാകാം? ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഡ്രോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു വിക്കിന്റെ പേര് നമുക്കറിയാം, റിജക്ഷൻ ബ്ലോക്ക് ആണ്, മനസ്സിലാക്കി വെക്കാം. ഈ ഒരു റിജക്ഷൻ ബ്ലോക്കിലേക്ക് പ്രൈസ് റിട്രേസ്മെന്റ് വന്നിട്ടുണ്ട്. ഈ ഒരു PDRA ടാപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഏതുവരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും? അതായത് ഒരു PDRA ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലിക്വിഡിറ്റി വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ PDRA ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് PDRA വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഈ ഒരു PDRA ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലിക്വിഡിറ്റി ഏതാണ്? ഈ ഒരു ലോ ആണ് സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ടാകുക. അതേപോലെ ഏതാണ് നെക്സ്റ്റ് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാ? ഒരു PDRA ആണ്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക, പ്രൈസ് റിട്രേസ്മെന്റ് വന്നു, ഈ ഒരു വിക്കിന്റെ ഏരിയ ടാപ്പ് ചെയ്തു, റിവേഴ്സൽ കാണിച്ചു തന്നു. ഈ ഒരു ഏരിയയിൽ നമുക്ക് റിവേഴ്സൽ കാണിച്ചു തന്നു. അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് അങ്ങോട്ടേക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഒരു PDRA വരെ നമുക്കൊരു റിട്രേസ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു ഏരിയാസിൽ ഏതാണ് PDRAs ആയിട്ടുള്ളത്? ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് ഡെയിലിയിലുള്ള അല്ലെ, ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ഒരു ഏരിയാസിന് പിന്നെ നമ്മൾ ഡൗൺ സൈഡിലേക്കുള്ള ക്യാൻസിക്സ് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാകുക, വേറെ ഷാർട്ട് ട്രേഡ്സ് ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാകാം. നമ്മുടെ ബയാസ് വളരെ ക്ലിയർ ആയിരിക്കും. ലോ ടൈം ഫ്രെയിമിൽ നമ്മളൊരു മാനിപ്പുലേഷന് ശേഷം ഒരു ഡൗൺ സൈഡിലേക്ക് ഒരു ഫാൾ ആയിരിക്കും നമ്മൾ കാണാൻ വേണ്ടി നോക്കുന്നുണ്ടാകാം. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു PDRA ടു PDRA നോക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, PDRA ടു നമുക്ക് ലിക്വിഡിറ്റി വരെ നോക്കാം, PDRA ടു PDRA വരെ നമുക്ക് നോക്കാം. എവിടുന്ന് എവിടത്തേക്ക് പ്രൈസ് പോകുന്നു മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആയിരിക്കും നമ്മൾ ഒരു ബയാസിന്റെ ഒരു എക്സ്പെക്ടേഷൻ ആയിട്ട് എടുക്കുന്നുണ്ടാകും. നെക്സ്റ്റ് ക്യാൻഡിൽസ് എങ്ങനെ മൊമെന്റം ചെയ്യുന്നത് മനസ്സിലാക്കി എടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമായിട്ട് എടുക്കുന്നുണ്ടാകും. ഓക്കെ, ഇനി ലിക്വിഡിറ്റി ടു PDRA, എന്താണ് ലിക്വിഡിറ്റി ടു PDRA കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാകും? ഇവിടെ ശ്രദ്ധിച്ചു നോക്കാം, പ്രൈസ് മേജർ ആയിട്ടുള്ള ഈ ഒരു സ്വിംഗ് ലോസിന്റെ എല്ലാം താഴോട്ടേക്ക് വന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇതൊരു സെൽ സൈഡ് ലിക്വിഡിറ്റി ആണ്. അപ്പൊ ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം പ്രൈസ് എങ്ങോട്ടേക്കാണ് മൊമെന്റം വന്നിട്ടുള്ളത്? നെക്സ്റ്റ് ഒരു PDRAയിലേക്കാണ്. അതായത് ഈ ഒരു അപ്ക്ലോസ്ഡ് ക്യാൻഡിൽസ് ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ടാകാം. ഈ ഒരു അപ്ക്ലോസ്ഡ് ക്യാൻഡിൽസിന്റെ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ഒരു ലിക്വിഡിറ്റി എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു PDRAസിലേക്കുള്ള റിട്രേസ്മെന്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ക്ലിയർ? ഒരു ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ ഒരു PDRA ലെവൽസിലേക്കുള്ള റിവേഴ്സൽസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. വീണ്ടും ശ്രദ്ധിക്കുക, ഒരു ലിക്വിഡിറ്റി എടുക്കുന്നു, PDRA ലെവൽസിലേക്കുള്ള റിട്രേസ്മെന്റ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ ഫസ്റ്റ് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക, PDRA ടു ലിക്വിഡിറ്റി, PDRA ടു ലിക്വിഡിറ്റി, ലിക്വിഡിറ്റി ടു PDRA, PDRA ടു, അതായത് PDRA ടു PDRA, ലിക്വിഡിറ്റി ടു PDRA, ലിക്വിഡിറ്റി ടു PDRA. ഓക്കെ, ഈ 4 പോയിന്റുകളുടെ ബിഹേവിയർ നിങ്ങൾ കാണാപ്പാടം പഠിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ആ പ്രൈസ് ബിഹേവിയർ എങ്ങനെയായിരുന്നു നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ഈസി ആയിട്ട് എങ്ങനെയാണ് ബയാസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത്? പ്രൈസ് റിട്രേസ്മെന്റ് വന്നിട്ടുണ്ട്, ഹൈ ടൈം ഫ്രെയിമിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഫെയർ വാല്യൂ ടാപ്പ് ചെയ്തിട്ട് ഒരു ഇൻഡിഷ്യൻ ക്യാൻഡിലാണ് പ്രൈസ് ബുള്ളിഷ് ആയിട്ട് പോകാനുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ബുള്ളിഷ് ആണ് എക്സ്പെക്ട് ചെയ്തത്. നേരെ ഞാൻ 5 മിനിറ്റ്സിലേക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഇതെല്ലാം ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ 5 മിനിറ്റ്സിൽ നോക്കുന്നുണ്ടാവുക, എന്തായിരിക്കും നമ്മൾ 5 മിനിറ്റ്സിൽ നോക്കുന്നുണ്ടാവുക? 5 മിനിറ്റ്സിൽ നമ്മൾ ഒരു ദിവസത്തെ ഓപ്പണിംഗ് ആയിട്ട് ന്യൂയോർക്ക് ടൈം ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ICT നോക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അതിന് പറയുന്ന പേര്, ആ ഒരു ടൈം സോണിൽ പറയുന്ന പേര് 00 ടൈമിംഗ് എന്നായിരിക്കും പറയുന്നുണ്ടാവാം. ഓക്കെ, 00 ടൈമിംഗ്, അതിന് നമ്മൾ ട്രൂ ഡേ ഓപ്പണിംഗ് ആയിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ഈ ഒരു 00 ടൈമിങ് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ UTC-5 ന്യൂയോർക്ക് ടൈമിലായിരിക്കും ഈ കാര്യങ്ങളെല്ലാം ഡ്രോ ചെയ്യുന്നുണ്ടാകാം. ICTയിലാണ് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്. ബയാസും കാര്യങ്ങളും നിങ്ങൾക്ക് ഏത് സ്ട്രാറ്റജിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ICTയുടെ തന്നെ അല്ലെങ്കിൽ വേറെ സ്ട്രാറ്റജി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ബയാസ് എപ്പോഴും ഒരു ഹൈ ടൈം ഫ്രെയിമിലെ ട്രെൻഡ് എപ്പോഴും ലോ ടൈം ഫ്രെയിമിൽ നിങ്ങൾ ഏത് സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാനിപ്പോൾ ICT ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടർ റെസിസ്റ്റൻസ് മറ്റു കാര്യങ്ങളും ബേസ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, എല്ലാ സ്ട്രാറ്റജിക്കും അതിൻ്റെതായിട്ടുള്ള പ്രോബിലിറ്റി ഉണ്ട്. കുറച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, UTC-5 ന്യൂയോർക്കിലാണ് ഈ ഒരു ടൈമിംഗ്, ഈ ഒരു സംഭവം കാര്യങ്ങളെല്ലാം ഡ്രോ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരു ദിവസത്തെ ഓപ്പണിങ്ങിന്റെ, അതായത് ഓപ്പണിംഗ് ക്യാൻഡിൽസിന്റെ ടൈം ആയിട്ട് എടുക്കുന്നുണ്ടാവുക ഈ ഒരു 00 ടൈമിംഗ് ആയിരിക്കും. ന്യൂയോർക്ക് ഓപ്പണിംഗ് ആയിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ ഒരു 00 ടൈമിങ്ങിന് ശേഷം നമ്മൾ എന്തായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക?
ഒരു ക്യാൻഡിൽ 6 മൊമെന്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പവർ ഓഫ് 3 കോൺസെപ്റ്റ് ഒന്ന് നോക്കാം. ഒരു ക്യാൻഡിൽ 6 ഓപ്പൺ ചെയ്ത് അപ്സൈഡിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കറിയാം ഒരു ക്യാൻഡിൽ 6 ഓപ്പൺ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മളൊരു ഓപ്പണിംഗ് മാർക്ക് ചെയ്ത പോലെ തന്നെ ഒരു ഓപ്പണിംഗ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ഓപ്പണിംഗ് ചെയ്യുന്ന ഏരിയ ആണ് ഇവിടെ ഞാൻ ഡ്രോ ചെയ്തിട്ടുള്ളത്. 0-0 ടൈമിംഗ് ആയിരിക്കും. അതായത് ഈ ഒരു ക്യാൻഡിൽ 6 5 മിനിറ്റ്സിന്റെ ഈ ഒരു ക്യാൻഡിൽ 6 ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു 0-0 ടൈമിംഗിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പോയിന്റ് ഞാൻ ഓപ്പണിംഗ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ക്യാൻഡിൽ 6 ഓപ്പൺ ചെയ്ത് അപ്സൈഡിലേക്ക് പോകുന്ന ഒരു എക്സ്പെക്ടേഷൻ, ഒരു ബുള്ളിഷ് എക്സ്പെക്ടേഷൻ ആണ് ആ ഒരു ദിവസം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാകുക? നമുക്കൊരു ക്യാൻഡിൽ 6 ക്രിയേറ്റ് ആവുന്ന സമയത്ത് 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഉണ്ട് അല്ലെ. ഓപ്പണിങ്, അതേപോലെ തന്നെ ഒരു ലോ ക്രിയേറ്റ് ആവുന്നുണ്ടാവും, ഒരു ഹൈ ക്രിയേറ്റ് ആവുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു ലോയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ഓപ്പണിങ്ങിന് ശേഷം നമ്മൾ ഇന്ന് ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു ലോ ക്രിയേറ്റ് ആയതിനു ശേഷം നമ്മൾ എന്തായിരിക്കും മാർക്കറ്റിൽ നോക്കുന്നുണ്ടാവുക? വളരെ സിമ്പിൾ ആണ്. ഞാൻ കുറച്ച് സ്പീഡായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഒരു ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും, ഒരു MSS ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവുക. അതിനുശേഷം ഒരു കണ്ടിന്യൂഷൻ. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഞാൻ ട്രേഡ് എടുത്ത ഏരിയാസ് ആണ്. ഓക്കെ, ഇവിടെ നമുക്കൊരു MSS കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ആ ഒരു ഓപ്പണിംഗിന്റെ താഴോട്ട് പോയിട്ടുണ്ട്. പ്രൈസ് ഡിസ്പ്ലേസ് ചെയ്ത് അപ്സൈഡിലേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം പ്രൈസ് വീണ്ടും റിട്രേസ്മെന്റ് വന്നിട്ട് അപ്സൈഡിലേക്ക് വീണ്ടും പോയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഏരിയാസിലെല്ലാം ട്രേഡ് ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയാസിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഒരു 1:2 ട്രേഡ്സ് ഓൾമോസ്റ്റ് ഈ ഒരു രീതിയിലായിരുന്നു എക്സിറ്റ് ചെയ്തിട്ടുണ്ടായത്. നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ ഒരു ചാനലിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു -OB ലെവൽസ് നിന്നാണ് ഞാൻ ട്രേഡിങ് കാര്യങ്ങൾ എടുത്തിട്ടുള്ളത്. സോറി, +OB. നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ടാവും. സിമ്പിൾ ആണ്. ആ ഒരു ഓപ്പണിങ്ങിന് ശേഷം നമ്മളൊരു ബയാസ് ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ ബയാസ് മാത്രമല്ല കൺഫിഡൻസ് ആക്കാറുള്ളത്, നമുക്ക് ആ ഒരു ടൈം പീരീഡിൽ ഞാൻ 2 to 5 അതായത് ലണ്ടൻ കിൽ സോണിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂഷൻ മോഡൽ, റിവേഴ്സൽ മോഡൽ, അങ്ങനെ 2 സെറ്റപ്പാണ് എനിക്കുള്ളത്. അപ്പൊ ഈ ഒരു കണ്ടിന്യൂഷൻ മോഡലാണ് ഞാൻ ട്രേഡ് എടുത്തിട്ടുള്ളത്. ആ ഒരു സമയത്ത് കോൺഫിഡൻസ് ആയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഡെയിലി ബയാസിങ്, ഈ ഒരു ഓപ്പണിങ്ങും അതേപോലെ മറ്റു കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ ഒരു ഓപ്പണിംഗ് ബേസ് ചെയ്തിട്ട് അതേപോലെ പവർ ഓഫ് 3 ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്താണ് നോക്കേണ്ടത്? ഓപ്പണിങ്ങിന് ശേഷം ഡൗൺ സൈഡിലേക്ക് ഒരു മൊമെന്റം കാണാം അഗ്രസീവ് ആയിട്ട്. അതിനുശേഷം ആ ഒരു മൊമെന്റത്തെ ഇൻവാലിഡേറ്റ് ചെയ്തുകൊണ്ട് അപ് സൈഡിലേക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് കാണാം. എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? വളരെ ക്വിക്ക് ആയിട്ട് പ്രൈസ് അപ് സൈഡിലേക്ക് ക്ലോസ് കിട്ടണം. ഫസ്റ്റ് റിട്രേസ്മെന്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എൻട്രി എടുക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് റിട്രേസ്മെന്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ദിവസത്തെ നമുക്ക് ഈ ഒരു ഓപ്പണിംഗ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഇന്നൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ടുണ്ട്. അതായത് ഈ ഒരു ക്യാൻഡിൽ 6 ഓപ്പൺ ആകുന്നത് ഈ ഒരു ഏരിയയിലായിരിക്കും. അതിന് ശേഷം നമ്മൾ ഈ ഒരു വിക്കിന്റെ ഏരിയാസ് നിന്നാണ് ട്രേഡ് ക്യാപ്ചർ ചെയ്യുന്നത്. ഈ ഒരു ലോ ലെവലിൽ നിന്നാണ് ട്രേഡ് ക്യാപ്ചർ ചെയ്യുന്നത്. കാണാൻ വേണ്ടി പറ്റും. അത് ഈ ഒരു ഓപ്പണിംഗ്, ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇതിന്റെ പ്രൈസ് താഴോട്ട് വന്നിട്ടുണ്ട്, ലോ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഡിസ്പ്ലേസ് ചെയ്ത് അപ് സൈഡിലേക്ക് പോകുന്ന സമയത്താണ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി എടുത്തുള്ളത് ആ ഒരു എക്സ്പാൻഷനിൽ. ഓക്കെ, മനസ്സിലാക്കി വെക്കാം. ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ബയാസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ആ ഒരു ഹൈ ടൈം ഫ്രെയിമിലുള്ള ആ ഒരു ബയാസ് മനസ്സിലാക്കി. ജസ്റ്റ് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി പറയുന്നതാണ്. 0-0 ടൈമിംഗ് എവിടെയാണ് വരുന്നത് ഒന്ന് മാർക്ക് ചെയ്യാം. ഇന്നത്തെ ദിവസത്തെ ഞാൻ ഈ ഒരു ഏരിയയിൽ ട്രേഡ് എടുത്തതാണ്. അതുകൊണ്ടാണ് വളരെ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, പ്രൈസ് ഡൗൺ സൈഡിലേക്ക് പോയിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ ചെയ്തിട്ടുള്ളത് 6 ദിവസം ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. അതിനുശേഷം പ്രൈസ് ഡിസ്പ്ലേസ്മെന്റ് ചെയ്ത് അപ് സൈഡിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ഒരു MSS തന്നിട്ട് പ്രൈസ് അപ് സൈഡിലേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം റിട്രേസ്മെന്റ് എക്സ്പെക്ട് ചെയ്ത് കുറച്ച് ഡീപ്പായിട്ടായിരുന്നു. റിട്രേസ്മെന്റ് ഡീപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഏരിയ തന്നെ പ്രൈസ് കയറി പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു OB ലെവൽസ് നിന്ന് പ്രൈസ് വീണ്ടും പോയി ഹയർ ലെവലിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് വന്ന സമയത്ത് നമ്മൾ വീണ്ടും റിട്രേസ്മെന്റ്, അതായത് പ്രൈസ് ഒരു ഹയർ ലെവലിലേക്ക് എങ്ങനെയാണ് മൂവ്മെന്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. പ്രൈസ് ഒരു ഹയർ ലെവലിലേക്ക് മൊമെന്റം വന്നു, ഒരു റിട്രേസ്മെന്റ് വന്നു, വീണ്ടും ഹയർ ലെവലിലേക്ക് ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും റിട്രേസ്മെന്റ് വന്നു, വീണ്ടും ഒരു ഹയർ ഹൈ എന്നുള്ള ഫോർമേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ പ്രൈസ് റിട്രേസ്മെന്റ് വന്ന സമയത്ത് ഞാൻ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ലെവൽസ് നിന്ന് എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ഓർഡർ ബ്ലോക്സ് ലെവൽസ് എൻട്രി ചെയ്തു. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവല് ടാർഗറ്റ് 1:2 എന്നുള്ള രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. നല്ല ട്രേഡ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷെ എടുത്ത് അപ് സൈഡിലേക്ക് പോയി എന്റെ ബ്രേക്ക് ഈവൻ അടിച്ചതിന് ശേഷമാണ് ടാർഗറ്റിലേക്ക് പോയിട്ടുണ്ടായത്. ഇറ്റ്സ് ഹാപ്പൻ സംടൈംസ്. ഓക്കെ, പക്ഷെ നല്ല ട്രേഡ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പൊ ഇതെല്ലാം ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്താണ് കോൺഫിഡൻസ് ആയിട്ട് എടുക്കുന്നത്? ഈ ഒരു ഓപ്പണിങ്ങിന് ശേഷം നമ്മൾ ആ ഒരു ദിവസത്തെ ഓപ്പണിംഗ് മാനിപ്പുലേഷൻ നോക്കുന്നുണ്ടാവും. ഒരു ക്യാൻഡിൽ ബുള്ളിഷ് ആണ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് എപ്പോഴും ഒരു ലോ ക്രിയേറ്റ് ആയിട്ടായിരിക്കും ഹയർ ലെവലിലേക്ക് മൂവ്മെന്റ് തരുന്നുണ്ട്. ആ ഒരു ലോ ക്രിയേറ്റ് ആയി അപ്സൈഡിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് ആ ഒരു MSS ബേസ് ചെയ്തിട്ടായിരിക്കും ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ടാകാം. അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ആയിട്ട് എടുത്തിട്ട് ആ ഒരു
ബയാസ് കോൺഫിഡൻസ് ആയിട്ട് എടുത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ക്ലിയർ?